ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവോള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, തക്കാളി, പ്രധാന സാധനമായ തക്കാളി അരിഞ്ഞതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പെട്ടെന്ന് അങ്ങ് വേഗം ഇത് തക്കാളി അല്ലേ, അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടുന്ന വരെ നമ്മളൊന്ന് ഇളക്കുക. കുറച്ചൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചേർക്കും. ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് 1 കിലോ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ തക്കാളി, ഒരു 2 സവോള, ഇച്ചിരി വലിപ്പത്തിലുള്ള സവോള 2 എണ്ണം, പിന്നെ ഒരു എരിവിന് ആവശ്യത്തിന് ഞാനൊരു 5-6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ശകലം ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചൊന്ന് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. അത് പെട്ടെന്ന് വേവും. തക്കാളി അധികം വേവില്ലല്ലോ. പെട്ടെന്ന് തീ ഒന്ന് മീഡിയം ആക്കി ഇടാം. അപ്പം നമുക്കതൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. പച്ചത്തക്കാളി ആയതുകൊണ്ട് ഒരു ശകലം വേവുണ്ട്. തീരെ വേവില്ലെന്നല്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിനകത്ത് വെള്ളം തന്നെ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ തക്കാളിയിൽ. അപ്പോൾ അത് തന്നെ മതി. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു തോരനായത്. അതിവിടെ ഭയങ്കര ഈസി അല്ലേ നമുക്ക് അങ്ങനെ. പച്ചത്തക്കാളി എപ്പോൾ കിട്ടിയാലും ഞാൻ വാങ്ങിക്കും, അങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട്. നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കാം. ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ബാക്കി തേങ്ങ നമുക്ക് ചേർന്ന് കൊടുക്കാം. ഇത് തേങ്ങയുടെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ തക്കാളിയുടെ അനുസരിച്ച് കുറച്ച് തേങ്ങാപ്പേര് ചിലർക്ക് ഒരുപാട് തേങ്ങാപ്പേര് ഇടുന്ന ഇഷ്ടമായിരിക്കും. ഞാനിവിടെ കുറച്ച് ഒരു അരമുറി തേങ്ങ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം വീണ്ടും. അപ്പം നമ്മൾ തോരനൊക്കെ ഏകദേശം ഇല്ലായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അടപ്പ് മാറ്റി വെച്ചിട്ട് തുറന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ നേരം ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് ഇങ്ങനെ നനവോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇച്ചിരി ഒന്ന് ഡ്രൈ ആക്കണമെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് നേരം വന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമായി ഒന്ന് വലിയുന്നവരെ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഡ്രൈ ആവുന്ന ഇഷ്ടമല്ല. ഇത് ഇച്ചിരി ഒരു നനവ് പോലെ അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ പരുവത്തിൽ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഇട്ടിട്ട് ഞാൻ ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തക്കാളിത്തോരൻ റെഡിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയും വളരെ ടേസ്റ്റിയാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്ന് കമൻറ്റൊക്കെ അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഒരു മിഡിൽ ക്ലാസ് അടുക്കള.